നമസ്കാരം. വാർത്താ സന്ധ്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. പാലക്കാട് നെന്മാറയെ നടുക്കി പട്ടാപ്പകൽ ഇരട്ട കൊലപാതകം. പോത്തുണ്ടി സ്വദേശികളായ മീനാക്ഷി, മകൻ സുധാകരൻ എന്നിവരെ അയൽക്കാരനായ കൊലക്കേസ് പ്രതി ചെന്താമര വെട്ടിക്കൊന്നു. കൊലപാതക ശേഷം രക്ഷപ്പെട്ട പ്രതിക്കായി നെല്ലിയാമ്പതി വനമേഖലയിലും തമിഴ്നാട്ടിലെ തിരുപ്പൂരിലും ഉൾപ്പെടെ പോലീസ് പരിശോധന നടത്തുകയാണ്. 5 വർഷം മുമ്പ് സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയപ്പോഴാണ് ചെന്താമരയുടെ ക്രൂരത. പകയോടെ വാളുമായി കാത്തിരുന്ന ചെന്താമര സുധാകരനെ ആക്രമിക്കുകയായിരുന്നു. ഇത് തടയാൻ ശ്രമിച്ച മീനാക്ഷിയെയും ചെന്താമര വെട്ടി. ഈ മരിച്ച വ്യക്തി സുധാകരേട്ടന്റെ ഭാര്യ 5 വർഷം മുന്നേ കൊലപ്പെടുത്തിയതാ. ആ ജയിൽ ശിക്ഷ കഴിഞ്ഞിട്ട് 2 മാസമായിട്ടുള്ളിൽ വീട്ടിലിറങ്ങിയിട്ട് ഇന്ന് രാവിലെ അവിടെ അമ്മാരുടെ അടുത്ത് അടിവാള് കാണിച്ചിട്ട് ഭീഷണിപ്പെടുത്തിട്ട് ഇതാണ് എന്റെ സെറ്റപ്പ്, ഇതാണ് എന്റെ വാളെന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചൊരു അരമണിക്കൂർ മുമ്പേക്കും ആ ചേട്ടൻ അവിടെ വെട്ടിയിട്ടു. ആ സുധാകരേട്ടൻ അവിടെ വെട്ടിയിട്ടു. കൊല്ലുമെന്ന് ചെന്താമര മുമ്പും ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് സുധാകരന്റെ മകൾ അഖില. പോലീസിൽ പരാതി നൽകിയിരുന്നുവെന്നും പൊട്ടിക്കരഞ്ഞ് അഖിലയുടെ പ്രതികരണം. ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്താണ്, നാട്ടുകാരും കൊടുത്തു, നാട്ടുകാർ പറ്റുള്ളവരുണ്ട്, ഞാനും പോയി കൊടുത്തു. ഇനി എന്താ എന്റെ അച്ഛൻ പോയി, അച്ഛമ്മയും പോയി, എന്ത് ഇനി ആൾക്കാർക്ക് പോയി, ഇനി ഞാനാണ് തോന്നുന്നു. ഇനി അയാളെ 4 കൊല്ലം ജയിലിലിരുത്തിട്ട് പിന്നെയും വിടി. എന്നിട്ട് ഇവിടുത്തെ ഓരോരോരുത്ത ആൾക്കാരിനെ കൊന്നുകൊണ്ടേ ഇരിക്കും. അയാൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, ഓരോന്നോരോന്നും അവിടെ ആക്കുന്നുണ്ട്. എനിക്ക് പേടിയായിട്ട് ഞാൻ അവിടെ വന്ന് ഇരിക്കണില്ല. ചെന്താമരയ്ക്കെതിരെ നാട്ടുകാരും പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. പോലീസ് നടപടിയെടുത്തില്ലെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ പ്രതിഷേധിച്ചു. കൊലപാതക ശേഷം പ്രതി രക്ഷപ്പെട്ടു. ചെന്താമരയുടെ വീട്ടിൽ നിന്നും വിഷക്കുപ്പിയും കൊലയ്ക്കുപയോഗിച്ച വാളും കണ്ടെടുത്തു. പ്രതിക്കായി നെല്ലിയാമ്പതി വനമേഖല കേന്ദ്രീകരിച്ച് പോലീസ് തെരച്ചിൽ നടത്തുന്നുണ്ട്. ഡ്രോൺ നിരീക്ഷണവും നടത്തുന്നുണ്ട്. തമിഴ്നാട്ടിലെ തിരുപ്പൂരിലേക്ക് ചെന്താമരയുടെ സഹോദരനുമായി പോലീസ് തിരിച്ചു. 24 പാലക്കാട്. എപ്പോഴും സംശയത്തോടെ പെരുമാറുന്ന സ്വഭാവക്കാരനാണ് ചെന്താമരയെന്ന് നാട്ടുകാർ പറയുന്നു. ചെന്താമരയുടെ ഈ സംശയമാണ് 5 വർഷം മുൻപ് സുധാകരന്റെ ഭാര്യ സജിതയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. നാട്ടുകാരുമായി അടുപ്പമില്ലാത്ത ചെന്താമരയുടെ നീക്കങ്ങളെല്ലാം ദുരൂഹത നിറഞ്ഞതാണ്. മനുഷ്യൻ, ഈ ചെന്താമര പറയുന്ന മനുഷ്യന്റെ വീട്ടിന് ഉമ്മർത്താണ് ഈ സരിത എന്ന് പറഞ്ഞ പെൺകുട്ടിന്റെ വീട്. നേരത്തെ കൊലപാതകം നടന്നില്ലേ, സരിത എന്ന പെൺകുട്ടിന്റെ വീട്. പക്ഷെ ഇയാളുടെ വീട്ടിന് ഉമ്മർത്ത് ഇയാളല്ലാതെ വേറൊരാള് പുതിയ ഡ്രസ്സും മറ്റു സംഭവങ്ങളും ഇട്ട് വെളിയിൽ പോകാൻ പറ്റില്ല. പ്രത്യേക മാനസികമായിട്ടുള്ള ഒരു രോഗിയാണ് ഇയാൾ. ഈ കൊലയാളി പ്രത്യേകിച്ച് ഒരു സൈക്കോയാണ്. ഒരു പ്രത്യേകമുള്ള ഒരു മൈൻഡാണ് മൂപ്പർക്ക്. അതായത് മൂപ്പന്റെ കൂടെ ആളുടെ ഭാര്യ, മക്കൾ, ഫാമിലീസ് ഒന്നുമില്ല, എല്ലാവരും ഇട്ടെറിഞ്ഞു പോയി. അയൽക്കാരെ എപ്പോഴും സംശയത്തോടെയാണ് ചെന്താമര നോക്കുന്നത്. പലരോടും പക. തന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം മറ്റുള്ളവരെന്ന് ചെന്താമര എപ്പോഴും കരുതി. ചെന്താമരയുടെ ഈ സംശയമാണ് 5 വർഷം മുൻപ് സുധാകരന്റെ ഭാര്യ സജിതയുടെ കൊലപാതകത്തിൽ കലാശിച്ചത്. ചെന്താമരയുടെ ഭാര്യയും കുട്ടികളും ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ സഹികെട്ട് പിരിഞ്ഞായിരുന്നു താമസം. ഇതിന് കാരണം സജിതയാണെന്നായിരുന്നു ചെന്താമരയുടെ സംശയം. ആ സമയം സുധാകരന് തിരുപ്പൂരിലായിരുന്നു ജോലി. സുധാകരന്റെയും സജിതയുടെയും മക്കൾ സ്കൂളിലും. ഈ സമയം നോക്കിയാണ് സജിതയെ ചെന്താമര വെട്ടിക്കൊന്നത്. കൊലപാതക ശേഷം ചെന്താമര മലമുകളിലെ കാട്ടിലൊളിച്ചു. തന്ത്രപരമായാണ് അന്ന് പോലീസ് ചെന്താമരയെ പിടികൂടിയത്. ചെന്താമരയുടെ പക എന്നിട്ടും അടങ്ങിയില്ല. ജാമ്യത്തിലിറങ്ങിയ പ്രതി ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടി. അവസരം കാത്തിരുന്ന് സുധാകരനെയും മീനാക്ഷിയെയും കൊലപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് 24. വയനാട് പഞ്ചാരക്കൊല്ലിയെ ഭീതിയിലാക്കിയ ആളക്കൊല്ലി കടുവ ചത്തത് കഴുത്തിലേറ്റ മുറിവുകളെ തുടർന്നാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ദൌത്യസംഘത്തിന്റെ തിരച്ചിലിനിടെ കാട് കയറിയ കടുവയ്ക്ക് മറ്റൊരു കടുവയുമായുള്ള ഏറ്റുമുട്ടലിൽ പരിക്കേറ്റു എന്നാണ് വനം വകുപ്പിന്റെ നിഗമനം. കൊല്ലപ്പെട്ട രാധയുടെ മുടിയും കമ്മലും കടുവയുടെ വയറ്റിൽ നിന്ന് കണ്ടെത്തി. ഇന്നലെ രാത്രി മുതൽ കടുവയെ നിരീക്ഷിച്ചു വരികയായിരുന്നു വനം വകുപ്പ്. മറ്റൊരു കടുവയുമായുള്ള സംഘർഷത്തിൽ പരിക്കേറ്റതാണ് മരണകാരണം. കടുവയുടെ വയറിൽ നിന്ന് രാധയുടെ വസ്ത്രങ്ങൾ, മുടി, കമ്മൽ എന്നിവ കണ്ടെത്തി. 4-നും 7 വയസ്സിനും ഇടയിൽ പ്രായമുള്ള പെൺകടുവയാണ് ചത്തത്. മരണകാലത്തെക്കുറിച്ച് ഡോക്ടർമാരുടെ അഭിപ്രായം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ കഴുത്തിൽ 4 വലിയ മുറിവുകളുണ്ട്. ആ മുറിവുകളിൽ നിന്നാണ് ഈ കടുവയുടെ മരണം സംഭവിച്ചിരിക്കുക. വസ്ത്രത്തിൻ്റെ അവശിഷ്ടമുണ്ട്, മുടി കാണാൻ പറ്റുന്നുണ്ട്, പിന്നെ ഒരു 2 ഇയർ റിങ് കിട്ടിയിട്ടുണ്ട്. പഞ്ചാരക്കൊല്ലിയിലടക്കം വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ നാളെ മുതൽ 3 ദിവസം ജനകീയ തിരച്ചിലെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. 3 ദിവസം 6 ഡിവിഷനുകൾ 6 മേഖലയായി തരംതിരിച്ചുകൊണ്ട് ആവശ്യമാണെങ്കിൽ പോലീസ് സേനയുടെ കൂടെ സഹായം സ്വീകരിച്ചുകൊണ്ട് ഡ്രോൺ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ജനകീയ തെരച്ചിൽ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് പുലർച്ചെയാണ്
പിലാക്കാവ് 3 റോഡിനടുത്ത് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. കാലുഷ്യത്തിന്റെ 3 നാൾ കടന്ന പഞ്ചാരക്കൊല്ലി സ്വാഭാവിക ജീവിതത്തിലേക്ക്. അടിക്കാട് വെട്ടുന്നതടക്കം നാട്ടുകാരുന്നയിച്ച ആവശ്യങ്ങൾ പലതുണ്ട്. ഇതെല്ലാം സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് പ്രത്യാശ. അഭിജിത്ത് മുഴക്കുന്നിനും മനു ദാമോദരനും ഷിജു ചവറയ്ക്കുമൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. നരഭോജിക്കടുവ ചത്തതോടെ ആശ്വാസത്തിലാണ് പഞ്ചാരക്കൊല്ലി ഗ്രാമം. കടുവാ ദൗത്യം നടത്തിയ വനപാലകരെ നാട്ടുകാർ കയ്യടികളോടെ സ്വീകരിച്ചു. സന്തോഷം നൽകുന്ന വാർത്തയെന്നായിരുന്നു കൊല്ലപ്പെട്ട രാധയുടെ കുടുംബം 24-നോട് പറഞ്ഞത്. ആശങ്കയും ഭീതിയും നിറഞ്ഞ 3 രാപ്പകൽ. പഞ്ചാരക്കൊല്ലിയിൽ ഒടുവിൽ ആശ്വാസത്തിന്റെ നെടുവീർപ്പ്. നാടിനെ വിറപ്പിച്ച നരഭോജി കടുവ ചത്തു. സന്തോഷമായി. പിന്നെ ഫുട്ബോളൊക്കെ കളിക്കാൻ പോകാൻ പറ്റും. എനിക്കൊട്ട് മദ്രസയിലൊക്കെ പോവാ. നമുക്ക് വളരെ സന്തോഷം. നമ്മളെ ഏറ്റവും വലിയ സന്തോഷമാണ് നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ജീവന്റെ തന്നെ ഒരു രക്ഷയല്ലേ ഇത് കിട്ടിയത്. ഇനിയിപ്പോൾ എല്ലാവർക്കും പണിക്ക് പോകാം, പുറത്തിറങ്ങി നടക്കാം, ധൈര്യത്തിൽ പുറത്തിറങ്ങി നടക്കാം. കയ്യടിച്ചും ആർപ്പു വിളിച്ചും മധുരം വിതരണം ചെയ്തുമായിരുന്നു നാട്ടുകാരുടെ ആഹ്ലാദ പ്രകടനം. ദൗത്യസേനയ്ക്കും വനപാലകർക്കും പോലീസിനും മാധ്യമപ്രവർത്തകർക്കുമെല്ലാം പ്രദേശവാസികൾ നന്ദി അറിയിച്ചു. ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് വെച്ചാൽ മാധ്യമങ്ങളാണ്, പ്രത്യേകിച്ച് 24. 2-3 ദിവസമായി നമ്മൾ കാണുന്നത്. നമ്മൾ ഏകദേശം അത്രയും ഇൻറ്റിമേറ്റായി പരിചയപ്പെട്ടു. എല്ലാ മാധ്യമങ്ങളും, തീർച്ചയായും മാധ്യമങ്ങൾക്കും അതുപോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കും പോലീസുകാർക്കും എല്ലാവർക്കും ഈ പഞ്ചാരക്കൊല്ലി നാട്ടിലെ എല്ലാവർക്കും നന്ദി അറിയിക്കുക. സന്തോഷമുണ്ടെന്നും ഇനി ആർക്കും ഈ അവസ്ഥയുണ്ടാകരുതെന്നുമായിരുന്നു കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ ഭർത്താവ് അച്ചപ്പന്റെ പ്രതികരണം. സന്തോഷം ആയി. എന്തായാലും ഇനി വേറെ ഒരാൾക്ക് ഇനി വരില്ലല്ലോ, അത് ഒരു സമാധാനമുണ്ട്. കടുവ ഭീതിക്ക് പരിഹാരമായെങ്കിലും കാട്ടാന ഉൾപ്പെടെയുള്ള മറ്റ് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം പ്രദേശവാസികൾക്ക് ആശങ്കയായി ഇപ്പോഴുമുണ്ട്. ശാശ്വത പരിഹാരം തേടുകയാണ് പഞ്ചാരക്കൊല്ലി നിവാസികൾ. കടുവാഭീതിയിൽ പഞ്ചാരക്കൊല്ലിക്കാർ കഴിഞ്ഞത് 3 ദിനരാത്രങ്ങൾ. ഒടുവിൽ കടുവ ചത്തുവെന്ന ആശ്വാസ വാർത്ത. ഷിജു ചവറയ്ക്കൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 വയനാട്. അതേസമയം തമിഴ്നാട് വാൽപ്പാറയ്ക്ക് സമീപം വയോധികയെ കാട്ടാന ആക്രമിച്ചു. ഗുരുതരമായി പരിക്കേറ്റ അന്നലക്ഷ്മി എന്ന 67-കാരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിനിടെ താമരശ്ശേരിയിൽ കാട്ടുപോത്തും മലപ്പുറം കരുളായിൽ കാട്ടാനയും കൃഷി നശിപ്പിച്ചു. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് വാൽപ്പാറയ്ക്ക് സമീപം വയോധികയെ കാട്ടാന ആക്രമിച്ചത്. ഇടിയാർ എസ്റ്റേറ്റ് വിക്കുതിയിലെ അന്നലക്ഷ്മി എന്ന 67-കാരിക്ക് ഗുരുതര പരിക്കേറ്റു. അന്നലക്ഷ്മിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലപ്പുറം കരുളായിൽ ഇന്ന് പുലർച്ചെ 3:30 കാട്ടാന ഇറങ്ങി കൃഷി വ്യാപകമായി നശിപ്പിച്ചു. കരുളായി വയലിക്കൽ ചെറിയ പാലത്തിന് സമീപമുള്ള ജോസിന്റെ കൃഷിയിടത്തിലെ വാഴകളാണ് നശിപ്പിച്ചത്. ദിവസങ്ങളായി ഈ ഒറ്റക്കൊമ്പൻ മേഖലയിൽ ഭീതി ഉതയ്ക്കുകയാണ്. കോഴിക്കോട് താമരശ്ശേരിയിൽ ഇന്ന് രാവിലെ കാട്ടുപോത്തിറങ്ങി. 2 കാട്ടുപോത്തുകളാണ് കൃഷിയിടത്തിലെത്തിയത്. കാട്ടുപോത്തുകളുടെ ദൃശ്യം 24-ന് ലഭിച്ചു. വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട്. പ്രദേശത്ത് ഭീതി വിതച്ച പുലി കഴിഞ്ഞ ദിവസമാണ് കൂട്ടിലായത്. 24 മലപ്പുറം. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളുടെ സമരം പിൻവലിച്ചു. മുഖ്യമന്ത്രി ഇടപെട്ടതിന് പിന്നാലെ വ്യാപാരികളുമായി ഭക്ഷ്യമന്ത്രി GR അനിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. കമ്മീഷൻ തുക എല്ലാ മാസവും 15-ാം തീയതിക്കകം നൽകാമെന്നും വേതന പരിഷ്കരണം മാർച്ചിൽ ചർച്ച ചെയ്യാമെന്നും വ്യാപാരികൾക്ക് മന്ത്രി ഉറപ്പ് നൽകി. റേഷൻ വ്യാപാരികൾ സമരം തുടങ്ങി മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് സർക്കാരിന്റെ അനുനയ നീക്കം. സമരം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതോടെ ഭക്ഷ്യമന്ത്രി നേരിട്ട് വ്യാപാരികളെ ചർച്ചയ്ക്ക് വിളിച്ചു. LDF കൺവീനർ TP രാമകൃഷ്ണനും സമരം അവസാനിപ്പിക്കണമെന്ന് വ്യാപാരികളോട് ആവശ്യപ്പെട്ടു. വ്യാപാരികൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ അനുകൂല തീരുമാനമുണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പ് നൽകി. കമ്മീഷൻ തുക കൂട്ടുന്നതിൽ മാർച്ച് മാസം അന്തിമ തീരുമാനമെന്ന് മന്ത്രി GR അനിൽ. കമ്മീഷൻ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാർച്ചിൽ ആരംഭിക്കാമെന്ന് പറഞ്ഞു. എത്രയും വേഗത്തിൽ അത് പൂർത്തിയാക്കാം. അർഹമായിട്ടുള്ള വർധനവ് എന്താണോ എന്ന് ആ ചർച്ചയിൽ ഉയർന്നു വരുന്നത് അത് നടപ്പാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചർച്ചയിൽ തൃപ്തിയുണ്ടെന്ന് വ്യാപാരികൾ പറഞ്ഞു. ഭക്ഷ്യമന്ത്രിയുടെ വാശിയാണ് സമരത്തിലേക്ക് നയിച്ചതെന്ന് സമരസമിതി നേതാവ് ജോണി നെല്ലൂർ.
ആ റിപ്പോർട്ടിന്മേൽ മാർച്ച് മാസം ആദ്യം നിങ്ങളുമായി ചർച്ച ചെയ്യാം, എത്രയും പെട്ടെന്ന് അതിൽ തീരുമാനമെടുക്കാം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ തീരുമാനം അദ്ദേഹം കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഈ സമരത്തിലേക്ക് പോകില്ലായിരുന്നു. ഇന്ന് അദ്ദേഹം ഈ നിലപാട് മാറ്റുവാൻ പ്രേരിപ്പിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. സമരത്തിന് പിന്തുണ അറിയിച്ച 5 സംഘടനകളുടെയും റേഷൻ വ്യാപാരികൾ കടകൾ പൂർണ്ണമായും അടച്ചിട്ടു. 14,000-ഓളം റേഷൻ കടകളിൽ 200-ൽ താഴെ കടകൾ മാത്രമാണ് ഇന്ന് തുറന്ന് പ്രവർത്തിച്ചത്. നാളെയോടെ അടുത്ത മാസത്തേക്കുള്ള ഭക്ഷ്യധാന്യങ്ങൾ റേഷൻ കടകളിലെത്തും. 24 തിരുവനന്തപുരം. വിവാദമായ വഖഫ് ഭേദഗതി ബില്ലിന് സംയുക്ത പാർലമെന്ററി സമിതിയുടെ അംഗീകാരം. പ്രതിപക്ഷം നിർദ്ദേശിച്ച ഭേദഗതികൾ സമിതി തള്ളി. ജനാധിപത്യത്തിന്റെ കറുത്ത ദിനമെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. 14 നിയമ ഭേദഗതികളോടെയാണ് വഖഫ് ബില്ലിന് സംയുക്ത പാർലമെന്ററി സമിതി അംഗീകാരം നൽകിയത്. ഇന്ന് ചേർന്ന യോഗത്തിൽ ബില്ലിനെ 16 പേർ പിന്തുണച്ചു. 10 പ്രതിപക്ഷ എംപിമാർ ബില്ലിനെ എതിർത്തു. ഭൂരിപക്ഷം ലഭിക്കാത്തതിനാൽ പ്രതിപക്ഷം കൊണ്ടുവന്ന 44 ഭേദഗതികൾ തള്ളി. നിയമങ്ങളും നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് ബില്ലിന് അംഗീകാരം നൽകിയതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ജനാധിപത്യത്തിന്റെ കറുത്ത ദിനമെന്ന വിമർശനം. Our amendments have been rejected and their amendments have been allowed. This today's proceeding has a false proceeding. This is a black day of the democracy. വഖഫ് ബോർഡുകളുടെ ഭരണരീതിയിലടക്കം നിരവധി മാറ്റങ്ങളാണ് ഭേദഗതി ബിൽ നിർദ്ദേശിക്കുന്നത്. നവംബർ 29-നകം റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു ആദ്യ നിർദ്ദേശമെങ്കിലും പ്രതിപക്ഷത്തിന്റെ ആവശ്യം പരിഗണിച്ച് ബജറ്റ് സമ്മേളനത്തിന്റെ അവസാന ദിവസം വരെ കാലാവധി നീട്ടി നൽകിയിരുന്നു. 24 ഡൽഹി. ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് പ്രാബല്യത്തിലായി. എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു. എന്നാൽ തീരുമാനത്തിനെതിരെ BJP സഖ്യകക്ഷിയായ JDU രംഗത്തെത്തി. ഏക സിവിൽ കോഡ് നടപ്പാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. UCC പോർട്ടലുകൾ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഉദ്ഘാടനം ചെയ്തു. कि देवतुल्य जनता से जो हमने वायदा अपने आदरणीय प्रधानमंत्री श्री नरेंद्र मोदी जी के नेतृत्व में किया था, वो वायदा हम पूरा कर रहे हैं और आज पूरी तरह से उत्तराखंड देश का पहला राज्य हो गया है. देश की आजादी के बाद देवभूमि उत्तराखंड के हर एक नागरिक के लिए, चाहे वो किसी पंथ, जाति, समुदाय, धर्म का होगा, सबके लिए लागू हो जाएगा. और ये गंगोत्री देवभूमि उत्तराखंड से निकल रही है, आने वाले समय में सबको लाभ देगी. ഏക സിവിൽ കോഡ് പ്രാബല്യത്തിൽ വന്നതോടെ വിവാഹം, വിവാഹമോചനം, ദത്തെടുക്കൽ, പിന്തുടർച്ചാവകാശം, സ്വത്തവകാശം തുടങ്ങിയവയിൽ സംസ്ഥാനത്തെ എല്ലാ പൗരന്മാർക്കും ഇനി മുതൽ ഒരേ നിയമമാകും. ജാതിയോ മതമോ ലിംഗഭേദമോ സംബന്ധിച്ച് പ്രത്യേക പരിഗണനകൾ ഉണ്ടാകില്ല. ഭൂമിയിലും സ്വത്തിലും മതം പരിഗണിക്കാതെ എല്ലാവർക്കും തുല്യ നിയമം. സ്ത്രീകൾക്ക് 18-ഉം പുരുഷന്മാർക്ക് 21-ഉമാണ് വിവാഹപ്രായം. വിവാഹ ചടങ്ങുകളിൽ മതപരമായ ആചാരങ്ങൾ തുടരാം. എന്നാൽ നിയമപരമായ അനുമതി നിർബന്ധം. ലിവ് ഇൻ ബന്ധങ്ങൾക്കും രജിസ്ട്രേഷൻ നിർബന്ധമാക്കി. ഉത്തരാഖണ്ഡിൽ താമസിക്കുന്ന എല്ലാവർക്കും സംസ്ഥാനത്തിന് പുറത്തു കഴിയുന്ന ഉത്തരാഖണ്ഡ് സ്വദേശികൾക്കും നിയമം ബാധകമാണ്. ഉത്തരാഖണ്ഡ് സർക്കാരിന്റെ നടപടിയിൽ അതൃപ്തി അറിയിച്ച് BJP സഖ്യകക്ഷിയായ JDU രംഗത്തെത്തി. വിനീത VG 24 ഡൽഹി. RSS നേതൃത്വത്തിന്റെ ഇടപെടലിൽ പാലക്കാട്ടെ BJPക്കുള്ളിലെ തർക്കത്തിൽ താൽക്കാലിക പരിഹാരം. പാലക്കാട് ഈസ്റ്റ് സംഘടനാ ജില്ലാ പ്രസിഡന്റായി പ്രശാന്ത് ശിവനെ തീരുമാനിച്ചതിൽ എതിർപ്പുണ്ടെങ്കിലും രാജി തീരുമാനത്തിൽ നിന്ന് ഇടഞ്ഞുനിന്ന കൗൺസിലർമാർ പിന്മാറി. ഇതിനിടെ ജില്ലാ പ്രസിഡന്റായി പ്രശാന്ത് ശിവൻ ചുമതലയേറ്റു. പ്രശാന്ത് ശിവനെ പ്രസിഡന്റായി തീരുമാനിച്ചതിൽ BJPക്കുള്ളിലുണ്ടായ അതൃപ്തി നഗരസഭാ ഭരണത്തെയും തുലാസിലാക്കിയിരുന്നു. രാജിവെക്കുമെന്ന നിലപാടിൽ അധ്യക്ഷ പ്രമീള ശശിധരൻ ഉൾപ്പെടെ 9 കൗൺസിലർമാർ ഉറച്ചുനിന്നതോടെ RSS നേതൃത്വം ഇടപെട്ടു. ഇടഞ്ഞു നിൽക്കുന്നവരുമായി RSS നേതൃത്വം നടത്തിയ ചർച്ചയിലാണ് അനുനയം. എന്നാൽ പൂർണ്ണ തൃപ്തിയില്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇവരുടെ പ്രതികരണം. ഇന്നലെ അവർ ഇതിനെ കുറിച്ചൊന്നും സംസാരിച്ചിരുന്നില്ല. ഇന്ന് രാവിലെ വിളിച്ചു, ഞാൻ സംസാരിക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ രാജിവെക്കരുത് എന്നുള്ളൊരു തീരുമാനം എടുക്കണം. ഞങ്ങൾ മുകളിലുള്ള ആൾക്കാരെ ഇതെല്ലാം അറിയിച്ചിട്ടുണ്ട്.
അപ്പോൾ അത് വേണ്ട മാതിരി ചെയ്യുമെന്ന് തന്നെയാണ് പറഞ്ഞു. നേതൃത്വം തീരുമാനിക്കുന്ന കാര്യങ്ങൾ അച്ചടക്കത്തോടെ അനുസരിക്കുന്ന പാരമ്പര്യമാണ് BJP പ്രവർത്തകർക്കെന്നായിരുന്നു പാലക്കാട്ടെ സംഘടനാ പ്രശ്നങ്ങളിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാറിന്റെ പ്രതികരണം. ഞങ്ങളൊക്കെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെയും അതേപോലെ തന്നെ BJPയിലും പരിവാർ സംഘടനകളിലൊക്കെ പ്രവർത്തിച്ച് ജീവിതത്തിൽ മുന്നോട്ട് വന്ന ആളുകളാണ്. ഈ പാർട്ടിയാണ് ഞങ്ങളുടെ എല്ലാം. ഇതിൽ ഒരു കുട്ടി പോലും പാർട്ടി മാറിപ്പോകുന്ന പ്രശ്നമില്ല. പ്രതിഷേധങ്ങൾക്കിടെ ഇന്ന് രാവിലെ 11 മണിയോടെയാണ് പ്രശാന്ത് ശിവൻ ജില്ലാ പ്രസിഡന്റായി ചുമതലയേറ്റത്. പരിപാടിയുടെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ആരാർപ്പണം ചെയ്താൽ മതി. അതത് സ്ഥലങ്ങളിൽ നിന്നൊന്ന് ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 24 പാലക്കാട്. സന്ദീപ് വാര്യർ ഇനി കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവ്. ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നവരുടെ പട്ടികയിൽ KPCC നേതൃത്വം സന്ദീപിനെ ഉൾപ്പെടുത്തി. പുനഃസംഘടനയിൽ കൂടുതൽ പരിഗണന നൽകുമെന്നും സന്ദീപ് വാര്യർക്ക് KPCC ഉറപ്പു നൽകിയിട്ടുണ്ട്. അതേസമയം പാലവീണ ചെകുത്താനെ പോലെ സന്ദീപ് വാര്യർ നടക്കുന്നെന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ പരിഹാസം. അയാൾ തന്നെ പാലവീണ ചെകുത്താനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. കേട്ടില്ല, ഈ പാലവീണ ചെകുത്താൻ എന്ന് പറയുന്നത് മലബാറിലെ ഒരു പാല വീണു പോയാലേ ചെകുത്താനില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അയാൾ തന്നെ പാലവീണ ചെകുത്താനെ പോലെ നടക്കുകയാണ്. പിന്നെയാണ് അയാളെപ്പോഴും ആരെങ്കിലും പോവോ? കൊടകര കുഴൽപ്പണ കേസിൽ സർക്കാർ പ്രഖ്യാപിച്ച തുടരന്വേഷണം വഴിമുട്ടി. BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് 24നോട് നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തുടരന്വേഷണം. കേസിന്റെ തുടരന്വേഷണത്തിൽ തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തൽ ഉൾപ്പെടുത്താൻ പറ്റില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. 24 എക്സ്ക്ലൂസീവ്. ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് BJPയെ വെട്ടിലാക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു തിരൂർ സതീഷ് 24ലൂടെ നടത്തിയത്. സർക്കാർ തുടരന്വേഷണം പ്രഖ്യാപിക്കുകയും സതീഷിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ മൊഴി വിശദമായി പരിശോധിച്ചതിൽ നിന്നാണ് നിലവിലെ കേസിൽ തിരൂർ സതീഷിന്റെ മൊഴി ഉൾപ്പെടുത്താൻ കഴിയില്ലെന്ന നിലപാടിൽ അന്വേഷണ സംഘം എത്തിയത്. കൊടകരയിൽ നിന്ന് പണം തട്ടിക്കൊണ്ടുപോയതാണ് നിലവിലെ കേസ്. അതിൽ തെരഞ്ഞെടുപ്പ് കാലത്തെ കള്ളപ്പണ ഇടപാട് ഉൾപ്പെടുത്താനാകില്ലെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഇക്കാര്യത്തിൽ അന്വേഷണ സംഘം വിശദമായ നിയമോപദേശം തേടി. അതേസമയം തെരഞ്ഞെടുപ്പ് കാലത്തെ കള്ളപ്പണ ഇടപാടിൽ ഗൌരവമേറിയ വെളിപ്പെടുത്തലാണ് തിരൂർ സതീഷിന്റേതെന്ന് പോലീസ് കണ്ടെത്തി. ഈ സാഹചര്യത്തിൽ മൊഴി അടിസ്ഥാനപ്പെടുത്തി തിരൂർ സതീഷിനെ കൊണ്ട് പ്രത്യേക ഹർജി കോടതിയിൽ സമർപ്പിച്ച് വെളിപ്പെടുത്തലിൽ പുതിയ കേസെടുക്കുന്നതും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അന്വേഷണ സംഘം ആവശ്യപ്പെട്ടാൽ ഹർജി സമർപ്പിക്കുമെന്ന് തിരൂർ സതീഷ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ കണ്ട കാര്യങ്ങൾ, പുറത്ത് പറഞ്ഞ കാര്യങ്ങൾക്ക് പോലീസിന് സഹായകരമാവുകയാണ് ഞാൻ ഹർജി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഞാൻ അതിനോട് സഹകരിക്കുക ചെയ്യും. നിയമോപദേശം ലഭിക്കുന്ന പശ്ചാത്തലത്തിൽ തുടർ നടപടിയെടുക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 24 തൃശൂർ. പാലക്കാട് എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാല പദ്ധതിയിൽ CPI പ്രാദേശിക നേതൃത്വത്തിന്റെ എതിർപ്പ് തള്ളി CPI സംസ്ഥാന നേതൃത്വം. പദ്ധതിയെ എതിർക്കേണ്ടതില്ലെന്നാണ് CPI സംസ്ഥാന എക്സിക്യൂട്ടീവിലെ ധാരണ. സർക്കാർ എത്ര മസിൽ പിടിച്ചാലും ബ്രൂവറി വരില്ലെന്ന് K. മുരളീധരൻ പ്രതികരിച്ചു. എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാല പദ്ധതിക്കായി സ്വകാര്യ കമ്പനിക്ക് അനുമതി നൽകിയ മന്ത്രിസഭാ തീരുമാനത്തെ എതിർക്കേണ്ടതില്ലെന്നാണ് CPI എക്സിക്യൂട്ടീവിലെ ധാരണ. എന്നാൽ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. എല്ലാ വികസന കാര്യങ്ങൾ വരുമ്പോഴും ഞങ്ങൾ നോക്കുന്നത് ജനങ്ങളെ എങ്ങനെ ബാധിക്കും, കുടിവെള്ളത്തെ എങ്ങനെ ബാധിക്കും, കൃഷിയെ എങ്ങനെ ബാധിക്കും, പ്രകൃതിയെ എങ്ങനെ ബാധിക്കും. മദ്യനിർമ്മാണശാലയ്ക്ക് പ്രാരംഭാനുമതി നൽകിയതിൽ പാർട്ടി മന്ത്രിമാർ വേണ്ട ജാഗ്രത കാണിച്ചില്ലെന്നും മന്ത്രിസഭാ തീരുമാനം റദ്ദാക്കണമെന്നുമായിരുന്നു പാലക്കാട് CPI ജില്ലാ ഘടകം ഉന്നയിച്ചത്. എന്നാൽ ജില്ലാ ഘടകത്തിന്റെ ആവശ്യത്തെ നേതൃത്വം തള്ളി. പദ്ധതിക്കെതിരെ എലപ്പുള്ളിയിലെ CPI നേതൃത്വം നേരത്തെ എതിർപ്പുയർത്തിയിരുന്നു. ഇതിനിടെ വിവാദത്തിൽ മന്ത്രി MP രാജേഷിന്റെ ആരോപണത്തിന് മറുപടിയുമായി രമേശ് ചെന്നിത്തല രംഗത്തെത്തി. അങ്ങനെ കർണാടകത്തിലെ കോൺഗ്രസ് മന്ത്രിമാരെയോ MLA-മാരുടെയോ ഡിസ്റ്ററിയിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ അത് നിയമപരമായിട്ടാണല്ലോ വാങ്ങുന്നത്. അത് ക്യാൻസൽ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. സർക്കാർ എത്ര മസിൽ പിടിച്ചാലും പദ്ധതി വരാൻ പോകില്ലെന്ന് കോൺഗ്രസ് നേതാവ് K. മുരളീധരനും വ്യക്തമാക്കി. 24 ആലപ്പുഴ. മറ്റൊരു വാർത്ത വരുന്നു. തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ പുതിയ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആനയ്ക്ക് ചികിത്സ നൽകി ഉൾക്കാട്ടിൽ വിട്ട ശേഷം ആദ്യമായാണ് ദൃശ്യങ്ങൾ പുറത്തുവരുന്നത്. ആരോഗ്യം മെച്ചപ്പെട്ട നിലയിലാണിപ്പോൾ ഈ ആന. ദൃശ്യങ്ങളിലേക്ക്. ചളി വാരി എറിഞ്ഞ് അവിടെ ഉല്ലസിക്കുന്ന ആന അതിപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നു എന്നത് വ്യക്തമാക്കുന്നുണ്ട്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്നും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സൂരജ്, 24ന്റെ ക്യാമറയോട് പ്രിയമുള്ള ആന എന്ന് വേണമെങ്കിൽ ഇതിനു മുന്നിൽ വിളിക്കാം. കാരണം തുടർച്ചയായി നമുക്കാണ്
എക്സ്ക്ലൂസീവ് വിഷ്വൽസ് ഒക്കെ തരുന്നത്. അപ്പോൾ എന്താണ് നിലവിലെ സാഹചര്യം? കുറച്ചുകൂടെ ഭേദമായിട്ടുണ്ട്, ആള് ഉഷാറാണല്ലേ? പ്രജിൻ, തീർച്ചയായും ഈ ചികിത്സയ്ക്ക് ശേഷവും ആനയുടെ എക്സ്ക്ലൂസീവ് ദൃശ്യം അത് 24-ന്റെ ക്യാമറയിൽ തന്നെ വീണ്ടും പതിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സന്തോഷം. എന്തായാലും ഈ ആനയുടെ ദുരവസ്ഥ ആദ്യമായി പുറത്തുവിടുന്നത് 24 ആയിരുന്നു. അതിനുശേഷം ആനയ്ക്ക് ചികിത്സ ഉറപ്പാക്കുന്നതിന് വേണ്ടി നിരന്തരമുള്ള നമ്മുടെ റിപ്പോർട്ടുകൾ, അതിനുശേഷം അരുൺ സക്രി അടക്കം എത്തി ആനയ്ക്ക് ചികിത്സ നൽകുകയും പിന്നീട് ഉൾക്കാട്ടിൽ വിട്ടയക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 2 ദിവസമായി ആനയെക്കുറിച്ച് വിവരമുണ്ടായിരുന്നില്ല. ആന ഈ ഉൾക്കാട്ടിലാണ് എന്നുള്ളതായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം അറിയിച്ചിരുന്നത്. അല്പം മുമ്പാണ് ആന ഈ പ്ലാന്റേഷനോട് ചേർന്നുള്ള എലിച്ചാണി എന്ന മേഖലയിൽ ഇറങ്ങിയത്. അതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ എലിച്ചാണിയോട് ചേർന്ന് തന്നെ ചാലക്കുടി പുഴ ഒഴുകുന്നുണ്ട്. ഈ ചാലക്കുടി പുഴയിലേക്ക് ആന ഇറങ്ങാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നതാണ് ദൃശ്യത്തിലുള്ളത്. ഈ ആന ഈ മയക്കുവെടി വെച്ച ആനയെ ചികിത്സിക്കുന്നതിന് മുൻപ് വലിയ രീതിയിൽ ശാരീരിക അവശതകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ശാരീരിക അവശതകളിൽ മാറ്റം വന്നു എന്നുള്ളത് തന്നെയാണ് പുതിയ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ ഈ മസ്തകത്തിൽ നിന്ന് പഴുപ്പൊക്കെ ഒലിക്കുന്ന നിലയിലായിരുന്നു നമ്മൾ ഈ ചികിത്സ വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. എന്തായാലും ചികിത്സയ്ക്ക് ശേഷം ഈ പഴുപ്പൊലിക്കുന്ന സാഹചര്യം അടക്കം വലിയ മാറ്റം വന്നിട്ടുണ്ട്. ആ മുറിവിൽ നിന്ന് ഇപ്പോൾ പഴുപ്പൊന്നും ഒലിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ആന ആരോഗ്യം വീണ്ടെടുക്കുന്ന ഒരു നിലയിലാണ് ഉള്ളതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഏറെ ആശ്വാസകരമായ, സന്തോഷം നൽകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള പ്രജിത്ത്. ശരി, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. 2024 ICC ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ഇന്ത്യയുടെ ജസ്പ്രീത് ബൂംറയ്ക്ക്. 13 മത്സരങ്ങളിൽ നിന്നായി 71 വിക്കറ്റ് എന്ന ഉഗ്രൻ പ്രകടനത്തിനാണ് ബൂംറയെ തേടി പുരസ്കാരം എത്തിയത്. മികച്ച ടെസ്റ്റ് 11-ൽ 3 ഇന്ത്യൻ താരങ്ങൾ ഇടം നേടി. ജസ്പ്രീത് ബൂംറയ്ക്ക് പുറമെ യശസ്വി ജയ്സ്വാൾ, രവീന്ദ്ര ജഡേജ എന്നിവരാണ് പാറ്റ് കമ്മിൻസ് നായകനായ ടീമിൽ ഇടം പിടിച്ചത്. മികച്ച വനിതാ ഏകദിന താരത്തിനുള്ള പുരസ്കാരം സ്മൃതി മന്ദാന സ്വന്തമാക്കി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. വാർത്താസന്ധ്യ പൂർത്തിയാവുന്നു.